പ്രിയ സിംഹക്കുട്ടി പ്രേക്ഷകരെ, 2026, അതായത് വരുന്ന വർഷം 2026 നമ്മൾ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഇതുവരെ നടന്നതൊക്കെ എന്ത്? നിങ്ങൾ നടത്താൻ ശ്രമിച്ചതെന്ത്? ഇനി നടക്കാൻ പോകുന്നതെന്ത് എന്നുള്ള കാഴ്ചപ്പാടുകളെല്ലാം തന്നെയും നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതുവരെ നടന്നതെല്ലാം നടന്നു. ഇനി നടക്കാൻ പോകുന്നതെന്ത്? അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല. കാരണം നടക്കേണ്ടത് നടക്കും. അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ 2025 ഈ തീരുന്ന ഈ അവസാന നാളുകളിൽ നമ്മൾ ലോകത്ത് ബാക്കി വെച്ചിട്ട് പോകുന്നത് എന്താണ്? നമുക്ക് എന്ത് ബാക്കി വെച്ചിട്ട് പോകാൻ പറ്റും? പണമാണോ? നടക്കില്ല. കാരണം പണം മാറ്റിവെച്ചിട്ട് പണം, സമ്പത്ത് എല്ലാം മാറ്റിവെച്ചിട്ട് പോയവരൊക്കെ തന്നെയും 2 തലമുറ അല്ലെങ്കിൽ 3 തലമുറ കഴിഞ്ഞിട്ടില്ല. കാരണം ആ സമ്പത്തെല്ലാം മറ്റൊരാളിൽ ചെന്ന് ചേർന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. നിങ്ങളുടെ തലമുറ, അതിനു മുൻപുള്ള തലമുറകൾ, അതിനു മുൻപുള്ളവര്, ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി വല്ലതും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ ചെന്ന് നിൽക്കുന്നു, എവിടെ ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഈ 2025 എൻഡിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ചിലർ മാറ്റിവെച്ച് പോയിട്ടുണ്ട്. മറ്റുള്ളവർക്കും ലോകത്തിനും ഉപകാരപ്പെടുന്ന, പ്രപഞ്ചത്തിന് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ. ആ ചില കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഓർമ്മിപ്പിക്കാം. ഏറ്റവും സിമ്പിളായിട്ട്, ഞാനിപ്പോൾ മൊബൈല് ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ വഴിയാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത്. ഈ മൊബൈൽ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ചാർജ് ചെയ്യാൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡയറക്റ്റ് എടുക്കുന്ന, അതായത് ആൾട്ടർനേറ്റീവായിട്ട് എടുക്കുന്ന കറണ്ട്. രണ്ടാമത് സോളാർ വഴി എടുക്കുന്ന കറണ്ട്. ഇനി വരാൻ പോകുന്നത് ഇതൊന്നുമില്ലാത്ത എനർജറ്റിക് പവറുകൾ. ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ചിലരുണ്ട്. അവർ ബാക്കി വെച്ച് പോയിട്ടുള്ളതെല്ലാം നമുക്ക് ഉപയോഗപ്രദമാണ്. പക്ഷെ സമ്പത്ത് ബാക്കി വെച്ചിട്ട് പോയതൊന്നും 1 2 തലമുറ അല്ലെങ്കിൽ 3 തലമുറ കഴിഞ്ഞ് അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കൂ.